എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രാധയ്ക്ക് സഹിക്കാൻ പറ്റില്ല വിക്രം വേദയെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തെ രാധയ്ക്ക് സഹിക്കാൻ വയ്യാതെ രാധ മദ്യ ഷോപ്പിൽ പോയി മദ്യം മേടിച്ചു വന്ന് കുടിക്കുവാണ്. ജീന ഇത് കണ്ടു. ജീനയ്ക്ക് സഹിക്കുമോ? അങ്ങനെ രാധ ഓരോന്നിങ്ങനെ പൊലപ്പിക്കൊണ്ടിരിക്കുക. ജീന വന്നിട്ട് പറഞ്ഞ് രാധയെ മതി നിർത്താനൊക്കെ പറയണം. അങ്ങനെ കുപ്പി വാങ്ങിച്ച് കളയാൻ നോക്കിയെങ്കിലും രാധ പിടിവിട്ടില്ല കുപ്പിയിലെ. എനിക്ക് മദ്യപിക്കണം, എനിക്ക് മദ്യപിച്ച് എവിടെയായാലും കിടന്നുറങ്ങണം, ഇല്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് പറയണം. അവസാനം ജീന പറഞ്ഞു, നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണേ? മദ്യം എല്ലാത്തിനും എല്ലാ പ്രശ്നത്തിന് പരിഹാരമാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമുള്ളവരെല്ലാം പോയി മദ്യപിച്ചാൽ മതിയല്ലോ, അതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ മൊത്തം സോൾവ് ആവുമല്ലോ. നീ ഇതിനെയൊക്കെ ഇങ്ങനെ ഈ മദ്യപിച്ചിട്ടാണോ നേരിടുന്നത്? പോയാൽ പോട്ടേന്ന് വെക്കണം, അതല്ലേ ചെയ്യേണ്ടതെന്ന് വെക്കും. എനിക്കങ്ങനെ കഴിയില്ല ജീനെ. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ വിക്രത്തിനെ സ്നേഹിച്ചു പോയതാ. പെട്ടെന്നൊരു ദിവസം വേറൊരു പെണ്ണ് തട്ടിയെടുക്കുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കണേ? ശരിക്കും നാവൊക്കെ ഒഴയാനായിട്ട് തുടങ്ങി. അവസാനം ജീന ബലമായിട്ടും പോയി ആ മദ്യക്കുപ്പിയും കൂടെ മേടിച്ചു. അത് ഒറ്റ ഏറ് കൊടുക്കണം. അത് 4 പീസായി ചെതറിപ്പോയി. പിന്നീട് പറഞ്ഞ് കയറെന്ന് പറയാനാ. നീ ഈ കോലത്തിൽ പോയാൽ ശരിയാകത്തില്ല. നീ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ചു മറിയോളെന്ന് പറയാം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പോയി എവിടെയെങ്കിലും ഇടിച്ചു മറിഞ്ഞ് ചത്തുപൊക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ തന്നെ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കോളാന്ന് പറയാം. നീ ഒന്ന് പറയുന്ന അനുസരിക്കുക എൻ്റെ രാധ. നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീന ദേഷ്യപ്പെടുവാണ്. രാധ പറഞ്ഞു, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെയൊന്നും പറയരുത്. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ? അവനെ നിന്നെ സ്നേഹിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണ്ടേ? വിക്രം അല്ലെങ്കിൽ നിന്നോട് ഇന്ന് വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിന്നെ ഒരു പെങ്ങടെ സ്ഥാനത്തല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കാതെ പോയ ആൾ നീയാണ്. നീ ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വാ. ആ സാങ്കല്പിക ലോകത്ത് നിന്ന് ഇറങ്ങി വരാൻ പറയണം. വേണ്ട, എന്നെ ആരും കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ടെന്ന് പറയണം. ഒരു വിധത്തിൽ അവസാനം ജീന പിടിച്ച ഓട്ടോറിക്ഷയ്ക്കകത്തേക്ക് രാധനെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ അടങ്ങി അവിടെ കിടന്നോണം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ നല്ല പെട മേടിച്ച് കിട്ടുമെന്നൊക്കെ പറയണം. പിന്നീട് ജീന വണ്ടിയെടുത്ത് നേരെ രാധയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ സമയം രാധ വരുന്ന സമയം കഴിഞ്ഞിട്ടും വരാത്തോണ്ട് മാലതി ആവപ്പാ ടെൻഷനോടെ ഇരിക്കുക. ഫോൺ വിളിച്ചിട്ടാണ് ഒട്ടും എടുക്കുന്നുമില്ല. അയ്യപ്പനോട് പറഞ്ഞു, അതെ അയ്യപ്പേട്ട, നിങ്ങളൊന്ന് പോയി നോക്ക്. അവൾ ഇതിനായിട്ട് വന്നിട്ടില്ലോ, ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല എന്ന് പറയണം. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഓട്ടം കിട്ടി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ വരാത്തെന്ന് പറയാം. എന്നാലും ഇത്ര സമയമൊന്നും അവൾ താമസിക്കണമെന്നും അല്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കാണോ ഓട്ടോറിക്ഷയുടെ സൗണ്ട് കേട്ടെ. അവൾ വന്നെന്ന് തോന്നേ. മോള് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാലതി അങ്ങോട്ട് സന്തോഷത്തോടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ജീനയാണ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ത് പറ്റി? അവൾക്ക് രാധയ്ക്ക് എന്ത് പറ്റിയെന്ന് ഓർക്കും. അപ്പം രാധ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഇനി ഇവൾക്ക് വല്ല അപകടം പറ്റിയോ? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ജീന വിളിച്ചു, അതെ മാലതി ചേച്ചി ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. അങ്ങനെ മാലതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്ന അവളെയാണ് കാണുന്നത്. അയ്യോ ഇതെന്ത് പറ്റി എൻ്റെ മോൾക്കെന്നൊക്കെ പറയണേ. ഒന്നും പറ്റിയില്ല, ഒന്ന് പിടിക്കാൻ പറയണം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാര്യം മനസ്സിലായി മാലതിക്ക്. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഇതെന്താ ഇവള് മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജീന പറഞ്ഞു, അതെ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാം. മദ്യപിക്കുകയാണോ? ഇതൊക്കെ ഇവൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇവൾക്കിത് എന്ത് പറ്റി ജീന? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കാം. അപ്പോഴേക്കും അയ്യപ്പൻ ഞങ്ങളൊന്ന് വന്നിട്ട് ചോദിച്ചാൽ എന്താന്ന് ചോദിക്കാം. ഇപ്പം നിനക്ക് കമ്പനിക്ക് ആളായി, ഇങ്ങോട്ട് നോക്ക്, മോള് കാണിച്ചോണ്ട് വന്നേക്കുന്ന കൂത്ത് നോക്ക്. നേരത്തെ അച്ഛൻ മാത്രം മദ്യപിച്ചിട്ട് ഇങ്ങനെ വരുവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ്ട് മകളും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യങ്ങൾക്ക് എളുപ്പമായി. ഇനിയിപ്പോൾ ഞാനും കൂടെ കൂടി തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുറ്റത്തൊരു മദ്യ ഷോപ്പ് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് പറയണം. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാന്ന് പറയണം. അതിന് ഞാൻ എന്ത് തെറ്റിയെന്നാ? ഇതേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. ജീന പറഞ്ഞു, അതെ ഇവിടെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്താന്ന് പറയണം. അങ്ങനെ കയ്യിലേക്ക് പിടിച്ചിറക്കാൻ തുടങ്ങുമ്പോഴത്തേനും രാധ പറഞ്ഞു, എന്നെ വിടാനൊക്കെ പറഞ്ഞ് അലറി വിളിച്ചോണ്ടിരിക്കണം. മാലതി പറഞ്ഞു, ഒന്ന് അടങ്ങിയിരിക്കാൻ പറയണം. എന്നെ ആരും സ്നേഹിക്കണ്ട, എൻ്റെ കയ്യെന്ന് വിട്ടാൽ മതി. എനിക്ക് എല്ലാവരുടെയും ദേഷ്യമാണ്. അവൻ എന്നെ ഇട്ടിട്ട് പോയി എങ്ങനെയൊക്കെ പൊലിമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജീനയോട് മാലതി ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. പ്രശ്നം എന്ന് പറഞ്ഞാൽ വിക്രം എന്ന വേദയെ സ്നേഹിക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം തുടങ്ങിയതാ ഇവൾക്കിത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മാലതി ഓർത്ത് താൻ വിക്രത്തെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവളോട് അവൻ അങ്ങനെ പറഞ്ഞേ. അവനെ കാണാനായിട്ട് ഇവൾ ചെന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇത് നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ പക്ഷേ ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സമയത്ത് മാലതി പറഞ്ഞ്, ഇങ്ങോട്ട് വാ രാധേ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കണം. എന്നെ വിടാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറയണം. മാലതിക്ക് ദേഷ്യം വന്ന് മാലതി ഒറ്റ എണ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അവൾ കറങ്ങി തെറ്റി താഴേക്ക് ഇടുന്ന രാധ. അപ്പോഴേക്കും ജീന പറഞ്ഞു, വേണ്ട ചേച്ചി, തല്ലുമൊന്നും വേണ്ട, തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴെത്ര തല്ലിയെന്ന് പറഞ്ഞാലും ഗുണമില്ല. നാളെ നേരം വെളുത്തേക്കുമ്പോൾ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ മതി. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?
മാലതി അവിടെ ഇരുന്ന് കരയുവാണ്. ഞാൻ എന്താ ചെയ്യേണ്ട ജീനെ? എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നേ? ഒറ്റ മോളേ ഉള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഇവൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കഷ്ടപ്പെടുന്നേ. എന്നിട്ടോ ഇപ്പം ഇവള് കാണിച്ച കണ്ടില്ലേ? നാളെ ഇവൾക്കൊരു നല്ലൊരു കല്യാണം വരും, നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന കരുതി കാത്തിരുന്ന ഞാൻ. ഇങ്ങനെ ഇവള് മദ്യവെച്ചിട്ടൊക്കെ ഒന്ന് ബഹളം ഉണ്ടാക്കുവാണെങ്കിൽ ഏതേലും പുരുഷന്മാർ ഇവളെ കല്യാണം കഴിക്കാണ്ട് വരുമോ? എൻ്റെ കണ്ണടയുന്നതിനും ഇവളുടെ കല്യാണം നടന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആ പ്രതീക്ഷയും പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജീന പറഞ്ഞു, സാരമില്ല, എല്ലാത്തിനും എന്തെങ്കിലും ഒരു വഴി ഈശ്വരനായിട്ട് തെളിച്ചു വരുമെന്ന് പറയാം. എനിക്ക് ഒരിക്കലും ആ പ്രതീക്ഷയില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചെന്ന് പറയാം. അല്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അയ്യപ്പൻ വന്നിട്ട് പറഞ്ഞു, അല്ല മാലതി, നീ എന്താ ഇങ്ങനെയൊക്കെ? ദേ മിണ്ടരുത് നിങ്ങൾ എന്നൊക്കെ പറയണം. ഒരു വീട്ടിൽ പിന്നെ ജീനയും മാലതിയും കൂടി രാധനെ പിടിച്ച് അകത്ത് മുറിയിൽ കൊണ്ടേ കിടത്തുവാണ്. അതിനുശേഷം ജീന പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ പോയിക്കോട്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മാലതി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രാധ വന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ ഓർത്ത് കാത്തിരുന്ന അന്നത്തെ ദിവസം ആരും പച്ചവെള്ളം പോലും കുടിക്കാതെ രാത്രി എല്ലാവരും അങ്ങനെ കിടക്കുവാണ്. ആ സമയം വിക്രം വീട്ടിലേക്ക് വന്നു. വിക്രം വീട്ടിലേക്ക് വന്നാലും അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല വേദ. കാരണം വേദയ്ക്കറിയാം പകൽ നടന്ന സംഭവങ്ങളൊക്കെ. ചോറൊക്കെ വലിച്ചെറിഞ്ഞൊക്കെ ഓർത്തിട്ട് വേദ മുറിയിലിരിക്കുമായിരുന്നു. പിന്നെ വിക്രം വന്നിട്ട് കൂടെയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേദ ചോറുന്ന കാര്യം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന പോലില്ല. വേദ അത് സംസാരിക്കാതിരുന്നപ്പോൾ വിക്രം അവളെ നോക്കി. അവളൊന്നും മിണ്ടുന്ന പോലും ഇല്ലോ. വിക്രത്തിന് എന്തോ ഒരു അസ്വസ്ഥയൊക്കെ തോന്നി തുടങ്ങി. സാധാരണഗതിയിൽ എന്തെങ്കിലും ചലവിലാന്ന് പറഞ്ഞുകൊണ്ട് വരും, എന്തെങ്കിലും വഴക്കുണ്ടാക്കാനെങ്കിലും വരണ്ട. പിന്നീട് വിക്രം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, അതെ സോറി കേട്ടോ എന്ന് പറയണം. സോറി എന്തിന്? അത് പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു പറയണേ. എങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു? ആ ചോറെടുത്ത് എറിയാൻ പാടില്ലായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഓ അങ്ങനെയൊക്കെ പശ്ചാത്താപം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങോട്ട് ചെയ്തു പോയതാ. എൻ്റെ മാനസികാവസ്ഥ എനിക്കും അറിയത്തുള്ളൂ പറയാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നിട്ടുണ്ട് എന്ന് പറയണേ. അല്ല, നിങ്ങൾ ഫുഡൊന്നും കഴിച്ച് കാണാമെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് വിശക്കൊന്നും ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എന്ന് പറയാം, എന്നാ ബാ ഞാൻ ചോറെടുത്ത് തരാമെന്ന് പറയണം. അങ്ങനെ വിക്രത്തിനെ വിളിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നു. അങ്ങനെ വിക്രത്തിന് മുന്നിലേക്ക് ചോറ് വിളമ്പി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മേലാൽ അങ്ങനെ കാണിച്ചേക്കരുത്. എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർത്തോണം. ഒരിക്കലും പക്ഷേങ്കിൽ അത് അന്നത്തിനോട് കാണിക്കരുത്. അന്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. ആ അന്നം നമ്മൾ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പിന്നെ ഒരിക്കലും നമുക്കത് തരാതെയാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ പറയണം. വിക്രം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കാനൊക്കെ പറയണം. അത് കേട്ടപ്പോൾ വേദയ്ക്കൊരു സന്തോഷമായി. എന്തായാലും ഒരു കുറ്റം ചെയ്ത് കഴിയുമ്പോൾ, ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടല്ലോ, അത് മനസ്സറിഞ്ഞുള്ള പശ്ചാത്താപമെന്ന് മനസ്സിലായി. അതുകൊണ്ടൊരു സന്തോഷമൊക്കെ വേദയുടെ മനസ്സിലും തോന്നി. ഇങ്ങനെയാണെങ്കിൽ വിക്രത്തിനെ മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നീട് കിടക്കാൻ പോയി വിക്രം കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ്. ഈ സമയം വേദയ്ക്ക് ഉറക്കം വന്നില്ല. വേദ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്, എന്തേലും ചെയ്യിക്കണം. കാരണം വിക്രത്തിനെ നേരെയാക്കാൻ വേണ്ടി. പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു, ഉറങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇല്ല, എന്താന്ന് ചോദിക്കണം. അല്ല, നിങ്ങൾ എന്നൊരു തെറ്റ് ചെയ്തു, ശരി, അതിന് നിനക്കൊരു ശിക്ഷ വേണ്ടേന്ന് ചോദിക്കും. ശിക്ഷ? എന്ത് ശിക്ഷ? അതൊക്കെയുണ്ട്, നിങ്ങൾ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിക്കണം. ഇതേട്ടൻ വിക്രം പറഞ്ഞു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ, നിനക്കൊരു ശിക്ഷ ഞാൻ തരാൻ പോവാ. നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പറഞ്ഞെന്ന് പറയണം. നിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ? എവിടെ? അതൊക്കെയുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഞാൻ നോക്കട്ടെ, എന്നെ വല്ല കുടിക്കലും കൊണ്ടേ പെടുത്താനാണ് നിൽക്കും. ഒരിക്കലും അല്ല എന്ന് പറയണം. അങ്ങനെ വിക്രം കിടന്നു കഴിഞ്ഞപ്പോൾ വേദ ഓർത്തു, വിക്രത്തിനെ മാറ്റാനായിട്ട് ഒരു കുഞ്ഞിവിടെ വേണം. പൊന്നൂസ് ഇവിടെ വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ചിലപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പൊട്ടിമുളയ്ക്കും. അങ്ങനെയാണെങ്കിൽ പൊന്നൂസിനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. ഇനി പൊന്നൂസ് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ വേദ തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വേദ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റെഡിയാവുകയാണ്. വിക്രം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിക്രത്തിനെ പോയി കുട്ടി എഴുന്നേപ്പിച്ചു. ചായ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. ദേട്ടൻ വിക്രം പറഞ്ഞു, എങ്ങോട്ടാ? അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം എന്നൊക്കെ പറയണം. അങ്ങനെ റെഡിയായിട്ട് കമലയുടെ അടുത്തേക്ക് വരുവാണ്, പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴത്തേനും നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നന്ദിനി ചോദിച്ചു, അല്ല അമ്മ എന്തേന്ന് ചോദിക്കണം. അമ്മ ഏതേ പറമ്പിലേക്ക് പോയെന്ന് പറയണം. അല്ല, ഇതെങ്ങോട്ടാ വേദ നീ പോണേ? ഒരുങ്ങിക്കിട്ടി പോണേ എങ്ങോട്ടാന്ന് ചോദിക്കോ. ഓ അതോ, ഞങ്ങളൊന്ന് പുറത്ത് പോകാന്ന് പറയണം. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും. ആര്? വിക്രമോ? അല്ലേ, എനിക്കൊരു ഭർത്താവല്ലേ ഉള്ളെന്ന് ചോദിക്കുക. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ എൻ്റെ ഭർത്താവ്. എൻ്റെ വിക്രമേട്ടനോടൊപ്പം ഞാൻ പുറത്തു പോകാമെന്ന് പറയണേ. ഒന്നും മനസ്സിലായില്ല അങ്ങോട്ട്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ എന്നിട്ട് പറഞ്ഞു, നമുക്ക് പോയാലോ വിക്രമേട്ടാന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഒരു നിമിഷം നന്ദിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. നന്ദിനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. താനീ കാണുന്ന സ്വപ്നമാണോ മിഥ്യയാണോ ഒന്നും മനസ്സിലായില്ല. ആ കയ്യെ പിടിച്ചുള്ള അവളുടെ പോക്കും മട്ടും ഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നി നന്ദിനിക്ക്. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ നന്ദിക്ക് ഭ്രാന്ത വേദ വീട്ടിൽ വന്നതിന് ശേഷം.
ഇത് പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് രാധയെ പോയി കാണണം, ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് നേരെ രാധയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകുവാണ്. ആ സമയം രാധ രാവിലെ എഴുന്നേറ്റു. തലയ്ക്കൊക്കെ വല്ലാത്ത പെരുപ്പും കാര്യങ്ങളൊക്കെ, തലയൊക്കെ പൊട്ടി പോകുന്ന പോലെ തോന്നുകയാണ്. മാലതി അന്ന് ജോലിക്ക് പോയില്ല, അയ്യപ്പനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ രാധ എഴുന്നേറ്റ് വരുമെന്ന് വന്നു കഴിയുമ്പോഴത്തേനും മാലതി അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് രാധയ്ക്കൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ, ഇന്നലെ താൻ അമ്മാതിരിയൊക്കെ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് മാലതി രാധയുടെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്, മോൾ ഇന്നലെ സങ്കടപ്പെട്ട എന്താന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം വിചാരിക്കണം, നിനക്കറിയാലോ അവനൊരു കല്യാണം കഴിച്ചു, അവൻ അവളോട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഒരിക്കലെങ്കിലും നിന്നോട് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ അവൻ്റെ പുറകെ നടന്ന് അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നേ? നിന്നെ ഒരു പെങ്ങളായിട്ടല്ലേ അവൻ കണ്ടിരിക്കുന്നേ. നിനക്കൊരു ആപത്ത് വന്നപ്പോഴത്തേനും അവൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നവനല്ലേ. അപ്പോൾ പിന്നെ നീ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവനിത് അറിഞ്ഞിട്ടുണ്ടേ വിഷമാവില്ലെന്ന് നിൽക്കാം. ഇതേ അമ്മയോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട രാധേ. ഇനി ഇങ്ങനെയാ നിന്റെ തീരുമാനമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല, അറിയാലോ. ഞാൻ ഇതോടുകൂടി എൻ്റെ ജീവിതവും കൂടെ അവസാനിപ്പിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു, അമ്മ എന്താ പറയണമെന്ന് നിൽക്കും, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഞാൻ കല്യാണം ആലോചിക്കാൻ പോവാം. നീ സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ശവമായിരിക്കും കാണാൻ പോകുന്നതൊക്കെ പറയാണ് എന്നും പറഞ്ഞ് രാധയോട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരുന്നേ. ഇതാരാ പോലും വന്നേന്നോർത്ത് അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനുമാണ് അതിനകത്തുനിന്ന് നന്ദിനി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടേ. അപ്പം നന്ദിനി ഏഷനെ കുത്തി കൊടുക്കാനായിട്ട് വന്നതാണ്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും നടത്തില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.